കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ലോങ് വീഡിയോസ് ഒന്നും നമ്മൾ ഇപ്പോൾ ചെയ്യാറ് പോലും ഇല്ല. പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പല കാരണങ്ങളെ കൊണ്ട് നമുക്കത് സാധിക്കാതെ വരികയാണ് കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? സുഖമായിട്ടിരിക്കണം. പിന്നെ മഴയൊക്കെ ഉണ്ടോ? പിന്നെ ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വീഡിയോസ് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടല്ല, വീഡിയോസൊക്കെ കയ്യിലുണ്ട്. പക്ഷെ എൻ്റെ ഫോണിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനോ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ എൻ്റെ നമ്മൾ യൂട്യൂബ് ചാനലുള്ള ഫോണൊന്നും എനിക്ക് പറ്റണില്ല. ആ ഫോണിൽ നിന്ന് നമ്മൾ വേറൊരു ഫോണിലേക്ക് നമ്മൾ ക്വിക്ക് ഷെയർ വഴി നമ്മൾ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്തിട്ട് ആ ഒരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിൽ നിന്ന് ആ ഷെയർ ചെയ്ത വീഡിയോസൊക്കെ ആ ഫോണിലിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്ത് പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഈ ഫോണിൽ നിന്ന് നമ്മളത് ഡയറക്റ്റ് പബ്ലിക്കാക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള കാരണം കൊണ്ട് ഞാൻ ഈ ക്വിക്ക് ഷെയർ വഴി വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ള വീഡിയോസ് ഓർഡർലി അത് വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ പറ്റുന്നില്ല. ഇപ്പം ഞാൻ ഈ രണ്ടാമത്തെ ഈ ഒരു പഴയ ഒരു ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ആ ഒരു ഫോൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണത്. പിന്നെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വിഷയമൊന്നല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ് ഞാനിപ്പോൾ പറയണത്. ഞാനിപ്പോൾ വാടക വീടൊക്കെ മാറി ഒരു പുതിയൊരു സ്ഥലത്തെത്തി. അപ്പോൾ ജീവിതം കംപ്ലീറ്റ് ഒന്നും നമ്മൾ പറയണില്ല. എന്തോ നമ്മുടെ ഒരു കാലക്കേട് കൊണ്ട് നമ്മളിത് ഇപ്പോൾ ഒരു പുതിയൊരു വാടക വീടെടുത്ത് നമ്മളിപ്പോൾ അതിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷേ ഞാൻ താമസിക്കുന്ന ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ 6 മുറികളുള്ള 6 ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫ്ലാറ്റ് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതിലാണ് നമ്മൾ താമസിക്കുന്നത്. താഴെ ഒരു 3 ഫാമിലി, മേലെ ഒരു 3 ഫാമിലി. അലക്കാനുള്ള ഒരു സൗകര്യം മേലെ നമുക്കത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അലക്കാനും പിന്നെ ഡ്രസ്സുകളൊക്കെ നമുക്ക് മേലെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സൗകര്യം നമുക്ക് അവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷേ ഈ ആണുങ്ങളെല്ലാം ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഒരു അത്യാവശ്യം ഒരു കുടുംബമായിട്ടിരിക്കുന്ന സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യം അത് കാശുള്ളവനായിക്കോട്ടെ കാശില്ലാത്തവനായിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നല്ലെങ്കിൽ TV കാണാം, വായിക്കാം, എന്തെങ്കിലുമൊക്കെ നമുക്ക് ജോലികൾ വീട്ടിൽ തീരാത്തതൊക്കെ ചെയ്ത് തീർക്കാം, നാളേക്കുള്ള കാര്യങ്ങൾ ഒരുക്കി വെക്കാം. പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്തു വെക്കുന്ന രീതികളും എൻ്റെ രീതികളും ഇങ്ങനെയാണ്. ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പോയി നോക്കാനോ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അപ്പുറത്തെ വീട്ടിലത്തെ കഥകൾ കേൾക്കാനോ ഒന്നും ഞാൻ താല്പര്യപ്പെടാനോ ഞാൻ പോകുന്ന ഒരാളല്ല. എന്നടുത്ത് എൻ്റെ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യം, രാജീവേട്ടൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് വൈകുന്നേരത്ത് വന്നിട്ട് എനിക്ക് കേസൊന്നും തീർക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഒരാളുടെ അന്വേഷിക്കാൻ പോകണ്ട, നീ വാതിലടയ്ക്കുക, വീട്ടിലിരിക്കുക, യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം, ലൈവ് ഇടാം, അങ്ങനെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ, അതുമാത്രമാണ് ആൾ പറയാം. പക്ഷേ ഞാനിവിടെ വന്നതിന് ശേഷം ഞാനാണെങ്കിൽ ഒന്ന് ഒതുങ്ങി പിടിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സൈലൻസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം എനിക്ക് ഈ ഒരു പരിതസ്ഥിതിയായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റാത്തത്. വാടക വീട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ള ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് താമസിക്കുന്നതായിക്കോട്ടെ, അതല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ പരിസരം മൊത്തം ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പരിസരമാണ് ഈ ചുറ്റുപാട്. നിറയെ വാടക വീടുകൾ തന്നെയാണ് ഇവിടെ കൂടുതൽ. ഒരു വീടുണ്ടെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് 2 റൂമുകൾ വാടകയ്ക്ക് കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫോണിൽ നിന്ന് എടുക്കുന്ന കാരണം കൊണ്ട് വീഡിയോയ്ക്ക് ചിലപ്പോൾ ക്ലാരിറ്റി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻ്റെ മുഖമൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അത് എനിക്ക് നിവൃത്തിയില്ലാണ്ട് ഞാൻ പറഞ്ഞു പോണതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ നെയ്ബർ എന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയ വാടക വീട് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് കുട്ടികളുള്ള താഴത്തെ ഫ്ലോറിൽ എന്താ പറയുക 5 കുട്ടികളുണ്ട്. 2 വീടുകളിലായിട്ട് 5 കുട്ടികളുള്ളൊരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. മേലത്തെ ഫസ്റ്റ് റൂമിൽ അധികം ആൾക്കാരൊന്നുമില്ല. അവർ ആഴ്ചയിലൊക്കെ വരിക, 1-2 ദിവസം 3 ദിവസം ഇവിടെ കാണും. പിന്നെ എനിക്ക്
എൻ്റെ നെയ്ബറായിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു അവർക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. പേരൊന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ കാലത്ത് മുതൽ ആ സ്ത്രീ കാലത്ത് മുതൽ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോലി എന്താണെന്നും നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല, പരദൂഷണം എന്ന് പറയുന്ന സാധനം, പരദൂഷണം, അതായത് നമ്മളെ കൊള്ളിച്ച് സംസാരിക്കുക. ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാളൊന്നുമല്ല. ആദ്യം ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിക്കുക, അവരെ കണ്ട ചിരിക്കും. ഇപ്പോൾ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വാതിൽ കുട്ടി അടയ്ക്കുക, എൻ്റെ നേരെ വാതിൽ കുട്ടി അടയ്ക്കുക. എന്നെ കാണുമ്പോഴത്തേനും ഞാൻ വഴിയിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ രാജുവേട്ടനോ കയറി വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ഗുരുവായൂർ പോയി തിരിച്ചു വരുന്ന എന്നെ കാണുമ്പോഴേക്കും ആ സ്ത്രീ വാതിൽ വെച്ചൊരു അടയ്ക്കൽ. അങ്ങനെ പിന്നെ ഫോൺ എടുത്ത് പുറത്തേക്ക് വന്നിട്ട് നമ്മളെ ഉദ്ദേശിച്ച് നമ്മളെ ഇതാക്കി സംസാരിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. നമ്മളെ കാണുമ്പോഴേക്കും എന്തോ മൂക്കൊക്കെ കയറ്റിപ്പിടിച്ച് എന്തോ ഒരു അവസ്ഥയിൽ, അവർ വലിയ പണക്കാരി, അവരുടെ അടുത്ത് നമ്മൾ അങ്ങോട്ട് കയറി സംസാരിക്കണം. അവർ താഴത്തെ നിലയിലേക്കൊന്നും പോവില്ല, അവർ വെള്ളം ഇടാൻ പോകാറില്ല, അവർക്കെല്ലാം ഹസ്ബൻഡാണ് ചെയ്തു കൊടുക്കുക. ഇവിടുത്തെ കാര്യസ്ഥൻ അവർ പറയുന്ന പോലെയാണ് കേൾക്കുക. ഇതൊക്കെ പറഞ്ഞിട്ട് അവർ ഞാൻ ആളെ വിളിച്ച് പറയും, ഞാൻ ആളെ വിളിച്ച് പറയും, അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര കോപ്രായങ്ങളൊക്കെ കാണിച്ച് ആളെ ഒച്ച വെച്ച് ആൾ എന്താ പറയുക, അത് ഫോണിൽ കൂടെ സംസാരിക്കുക. ഇങ്ങനെയായാൽ ശരിയാവില്ല, കളികളൊന്നും ഇവിടെ നടക്കില്ല, ഞാൻ ആരാണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചയും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു ഉച്ചയ്ക്ക് ശേഷം ഞാൻ നന്നായി കിടന്നുറങ്ങുന്ന ഒരാളാണ്. ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോവില്ല. ഇതെല്ലാം നാട്ടുകാരുടെ ഒരു റൂമിലത്തെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവരുടെ കുറ്റങ്ങൾ അവരുടെ അപ്പുറത്തെ ആൾക്കാർ റൂമിൽ വരുമ്പോൾ പറയുക, ആ റൂമിലത്തെ ആൾക്കാർ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ ആൾക്കാരോട് പറയുക. പക്ഷെ ഇത് കേൾക്കാൻ, ഈ പരദൂഷണം കേൾക്കാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ അവരോട് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ നിൽക്കുന്ന മറ്റു റൂമിലുള്ള ആൾക്കാരോട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം പുച്ഛവും തോന്നാറുണ്ട്. കാരണം ഞാനിതെല്ലാം ഇവിടെ ഇരുന്ന് കേൾക്കുകയാണ്. ഒരു റൂമിലത്തെ ആൾക്കാർ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരപ്പുറത്തെ റൂമിലത്തെ ആൾക്കാരെ കുറ്റം പറയും, ഇപ്പുറത്തെ റൂമിലെ ആൾക്കാർ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ റൂമിലുള്ള ആൾക്കാരെ കുറ്റം പറയും. പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കണ്ടേ, അവരുടെ കുറ്റങ്ങൾ എന്നോട് പറഞ്ഞു തരുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുറ്റങ്ങൾ ആ മറ്റുള്ളവരോട് പറയും എന്നുള്ളത്. ഇത് ഒന്നല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാരെ വിശ്വസിക്കണം, അവരെ ക്യാരക്ടർ അവർ മനസ്സിലാക്കണം. ഇതെന്നെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അവനവൻ്റെ പ്രശ്നങ്ങൾ പറയാനായിട്ട് പാടുള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഇത് എൻ്റെ അടുത്ത് ഒരാളുടെ പരദൂഷണമോ അല്ല വെച്ചിങ്ങനെ ഏറ്റക്കുറച്ചിലുകളോ എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിനെ മനസ്സിലാക്കുന്ന രീതിയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ, ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ കാര്യങ്ങളല്ലേ പിന്നെ മറ്റുള്ളവരോട് പറയുക, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയണത്, ഒരു തൊഴിലും ഇല്ലാതെ ഇരിക്കുന്ന സ്ത്രീകൾ, അവർക്ക് നേരം പോകാനായിട്ട് അവർ കണ്ടുപിടിക്കുന്ന ഒരു വഴി സത്യം പറഞ്ഞാൽ അവർക്ക് പരദൂഷണം തന്നെയാണ്. ഞാൻ കണ്ടു വന്നിടത്തോളം അങ്ങനെയാണ്. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം കിട്ടാനാണ്? അവർക്ക് ഈ ബിൽഡിങ് മൊത്തം ഭരിച്ച് നടക്കണം, അല്ലെങ്കിൽ അവരെല്ലാവരും പേടിക്കണം. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ നേരെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ പത്തി ഞാൻ തല്ലി ഓടിക്കും, ഞാൻ അവരുടെ പത്തി ഞാൻ തല്ലി ചതയ്ക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒരു തരം ഒച്ച വെച്ച് വെല്ലുവിളി. ഈ ഫോണിൽ കൂടെ പറയുമ്പോൾ ആ ഫോണിലിരിക്കുന്ന വ്യക്തി ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ പറയണത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദം കുറച്ചിട്ട് പറയുന്നത്, നിങ്ങളതിനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം എന്നെ കൊള്ളിച്ച് പറയാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നതാണ്. ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് ഞാനും മിണ്ടാനോ അല്ല വെച്ചെങ്കിൽ വേറെ വന്ന ആ 2 ആഴ്ച ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഞാൻ അവരുടെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അമ്മ രാജുവേട്ടൻ അമ്മ ഹോസ്പിറ്റലായ സമയത്ത് ഞാൻ കയറി വരുമ്പോൾ അമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഞാൻ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു, ഇങ്ങനെ ഉണ്ടായി, ഇതാണ് അമ്മയുടെ അവസ്ഥ, അപ്പം അമ്മേനെ ആരാ നോക്കുക, നിങ്ങൾ എന്നെ നോക്കണ്ടേ, നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടില്ല എന്ന് പറയും. ആൾക്കാരങ്ങനെ പലവിധമാണ്, അവരവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അല്ല വെച്ചെങ്കിൽ ഞാൻ ആരോട് പറയണേ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഞാൻ നാട്ടിലുള്ള ആൾക്കാരുടെയോ അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള ആൾക്കാരുടെയോ അടുത്ത റൂമിലുള്ളവരുടെയോ ഫ്രണ്ട്സിൻ്റെയോ ഒരു കാര്യങ്ങളും ഞാൻ ഒരാളുടെ അടുത്തും ഞാൻ ഷെയർ ചെയ്യാറില്ല. അപ്പം പരദൂഷണം പറയുന്ന ആൾക്കാരെ ഒന്നോർക്കുക, നമുക്ക് ഈ പരദൂഷണം കേട്ടിട്ടോ അല്ലെങ്കിൽ പരദൂഷണം കൊണ്ടോ നമ്മുടെ വീട്ടിൽ ഒന്നും വരാനില്ല, ഒന്നും ഒരു മെച്ചം വരാനില്ല നമ്മുടെ വീട്ടിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു റൂം ഇവിടെ എത്തിയപ്പോൾ
സന്തോഷത്തിലാണോ? എനിക്കിവിടെ വന്നതിന് ശേഷം എനിക്ക് ആകെ കൂടെ എനിക്ക് നെഗറ്റീവ് ഫീലാണ് എനിക്ക് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്നൊരു വീട് കിട്ടി, ആ വീട് ഇത്തിരി വൃത്തിയുള്ളതാണ്, അല്ലച്ചെങ്കിൽ വേറെ ഒന്നുകൊണ്ട് വെള്ളമോ അല്ലച്ചെങ്കിൽ അങ്ങനെ ഒന്നുകൊണ്ട് നമുക്കൊരു സൗകര്യക്കുറവോ ഒന്നുമില്ല. ഡ്രസ്സ് കൊണ്ടിടാൻ, മേലെ കൊണ്ടിടാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. പക്ഷേ ക്യാമറ എങ്ങനെ പിടിക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ഒറ്റ കാര്യത്തിന്, അതായത് ആ സ്ത്രീക്ക് ഇവിടെ രണ്ട് മൂന്ന് വർഷത്തെ ഒരു ഇതുണ്ട്. അവർക്ക് ഇവിടെ നല്ല ഇതാണ്, ഓണറുടെ വീടിൻ്റെ അനിയൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗംഭീര വിപ്ലവമാണ്. അവരേനെ നമ്മൾ അനുസരിക്കണം, അവർ പറയണത് നമ്മൾ കേൾക്കണം, അവരുടെ ഇതിൽ നിൽക്കണം. അവർ വലിയ പണക്കാരിയാണ്, അവർ 101 പവൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്, നമ്മളെല്ലാവരും പ്രണയിച്ച് വന്ന ആൾക്കാരാണ്, എല്ലാം അവരുടെ എന്താ പറയുക, അവരുടെ തൊട്ട് താഴെ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു തരം അധികാര മനോഭാവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഓണർമാരേനെ അവർക്ക് നല്ല പരിചയമാണ്, ഓണർമാരല്ലേ ഇവിടുത്തെ കാര്യസ്ഥനാണ് ആളെ ഇവിടെ കൊടന്നാക്കിയത്, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ അവർക്കൊരു പ്രത്യേക ശ്രദ്ധയുണ്ട് എന്നൊക്കെയുള്ള മട്ടിൽ ഞങ്ങൾ പറഞ്ഞാലേ അവർ കേൾക്കുള്ളൂ എന്നൊക്കെയുള്ളൊരു രീതിയിലുള്ള സംസാരം. അപ്പോൾ സത്യസന്ധമായിട്ട് എനിക്ക് മനസ്സ് തുറന്ന് ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട്ടിൽ നിന്ന്, ഇത് ചിലപ്പോൾ എൻ്റെ വീട്ടുകാർ കാണുന്നുണ്ടാവും, ചിലപ്പോൾ എൻ്റെ രാജീവേട്ടൻ്റെ വീട്ടിൽ ഒന്നുമില്ലാത്ത ആൾക്കാരോ അല്ലെച്ചെങ്കിൽ സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരോ അല്ല. അവരുടെ വീട് ഒരു വീടുണ്ടായിരുന്നത് വെറുതെ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളതാണ്, നോക്കാൻ പറ്റാതെ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളതാണ് ഒരു വലിയൊരു വീട്, തറവാട്ട് വീട്. അതൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2018 ആ വീടിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ അതിൽ കയറി താമസിക്കായിരുന്നില്ലേ? നമ്മളിങ്ങനെയൊക്കെ ജീവിക്കാൻ ഇങ്ങനെയൊക്കെ നടക്കേണ്ട ആൾക്കാരായിരുന്നോ? ഞാൻ കുഴപ്പമില്ലാത്തൊരു വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ഒരു നേരം മനസ്സമാധാനം എന്ന് ഇല്ലാത്ത രീതിയിൽ, എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ, നമ്മളൊക്കെ ഇവിടുത്തെ ബഹളം കേട്ടിട്ട് ഇപ്പോൾ ഒരു ബഹളം കഴിഞ്ഞങ്ങ് പോയിട്ടേ ഉള്ളൂ. 2ഉം 3ഉം വീട്ടിലത്തെ ആൾക്കാരും കുട്ടികളും നമ്മുടെ ഇറയത്ത് വരാന്തയിൽ നിന്ന് ഗംഭീര ബഹളം വർത്താനാണ്. അത് സാമാന്യം നമ്മളൊരു ഭേദപ്പെട്ട ആൾക്കാർ, ഒരു കൾച്ചറുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ എന്താ ചിന്തിക്കുക? അപ്പുറത്തെ റൂമിലുള്ള ആൾക്കാർക്കും സുഖമായിട്ട് ജീവിക്കണം, അവരെ നമ്മൾ കഴിയുന്നത് ഒച്ച വെച്ചിട്ടാണെങ്കിൽ പോലും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം. എൻ്റെ തയ്യൽ മെഷീൻ്റെ ശബ്ദം അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണെന്നുള്ളത് അവർ ഒരു 12 ആവർത്തിയെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ തയ്യൽ ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവരെ പേടിച്ച് നമുക്കിവിടെ കഴിയേണ്ട ഒരവസ്ഥ. ഇനി ഇത് ലാസ്റ്റ് ഒരു വർത്തമാനത്തിലേക്കാണ് ഇത് എത്തിക്കുക. അതിന് വേണ്ടിയിട്ടാണ് അവർ, ഞാൻ കഴിയുന്നത് ഞാൻ ഒഴിഞ്ഞു മാറി ഞാൻ റൂം പോലും തുറക്കാതെ ഞാൻ ഇരിക്കുന്നുണ്ട്. അവരിതൊരു വർത്തമാനത്തിലേക്ക് എത്തിച്ച് ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് ആക്കിയെടുത്ത് അവർ ജയിച്ച് തല ഉയർത്തി നിൽക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ തെറ്റാക്കി മാറ്റുന്ന, ഇതിപ്പോൾ ചോദ്യം ചെയ്യാൻ ചിലപ്പോൾ ചെല്ലിയ രാജീവേട്ടനായിരിക്കും എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കാനായിട്ട് ചിലപ്പോൾ ആണുങ്ങൾ ഇടപെടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ച് അതിനൊരു വലിയൊരു വഴക്കാക്കി എടുത്ത് അങ്ങനെ നമ്മളതിനെ ഇവിടുന്ന് ഓടിക്കാനുള്ള ഒരു തന്ത്രം. സത്യം പറയാ, എന്താ പറയുക, ഇതൊക്കെയാണോ ലൈഫ്? അവരും വാടകയ്ക്ക് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവർ പറയണത് അവർക്ക് 2 വീടുണ്ട്, അപ്പോൾ അത് കാരണം കൊണ്ട് ആളുടെ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായിട്ട് വന്ന് നിൽക്കണതാണ് ഇവിടെ എന്നാണ് പറയണത്. ഞങ്ങളൊക്കെ എന്താ പറയുക, എരപ്പാളികൾ, നമ്മളിവിടെ ഒരു കാശിന് വകയില്ലാതെ വന്ന് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ. അപ്പോൾ വാടക വീട് നമ്മൾ ഇപ്പോൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ 4000 രൂപ വാടക കൊടുത്തിട്ടാണ് ഞാനിരിക്കുന്നത്, ഒരാളുടെ കളി ഇവിടെ നടക്കില്ല, ഒരാളുടെ കളി ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളി. അപ്പോൾ പരദൂഷണം പറഞ്ഞിട്ടും മറ്റുള്ളവരെ കയ്യിലെടുത്തിട്ടും, അപ്പോൾ ഇത് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റെപ്പായിട്ട് വന്നിട്ടാണ് പറയുക. അപ്പോൾ അത് പറയുമ്പോൾ അവർക്ക് സന്തോഷം, ഓ ഇവർ ഭയങ്കര നല്ല ആളാണ്, കേൾക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരം തരുന്നുണ്ട്. പക്ഷെ അത് പരിഹാരമല്ല, ഇപ്പുറത്ത് അവരുടെ ബാക്കിയുള്ള ആൾക്കാർ വരുമ്പോൾ അതിവിടെ ചോർത്തി കൊടുക്കുകയാണെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പരദൂഷണം പറഞ്ഞിട്ട് അവർക്ക് എന്താ കിട്ടണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പരദൂഷണം കൊണ്ടൊന്നും ഒരു കുടുംബം നന്നാക്കാനല്ല എന്നുള്ളത് ഈ കഥകൾ പറയുന്നവരും ആലോചിക്കുന്നില്ല, ഇത് കേൾക്കുന്നവരും ആലോചിക്കുന്നില്ല. അവർക്കത് ഈ എന്താ പറയുക, ഈ തിന്ന് വയറ് നിറഞ്ഞ് മേക്കപ്പ് ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയില്ല. കാരണം ഈ പുറത്ത് പോയി ആണുങ്ങൾ പണിത് വന്നിട്ട് ഈ ചിലവിനൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ
അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് അതിന് ഈ അധ്വാനത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് അറിയണില്ലല്ലോ. അവരുടെ ശരീരം അനങ്ങണില്ലല്ലോ. അവർക്ക് കൈ നിറയെ കാശല്ലേ കിട്ടുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്താ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാം, അവരുടേതായിട്ടുള്ള കുടുംബം കലക്കാം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മറ്റുള്ളവരും മനുഷ്യരാണെന്നുള്ളത് ഓർക്കുക. ഇനിയുള്ള സ്ത്രീകൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ജീവിക്കണ്ടേ, വാടക വീടാണെങ്കിലും ജീവിക്കണ്ടേ. അപ്പം എന്നാൽ ശരി.